എന്താ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയില്ലേ, ഉപദേശിക്കാൻ പോകരുത്, ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിഞ്ഞോടുക. അത് കുഞ്ഞുങ്ങളെന്നല്ല മുതിർന്നവർക്കൊക്കെ ബാധകമാണ്. അപ്പൊ ആ കുട്ടികളെ അങ്ങനെ ഇതൊരു കൈൻഡ് ഓഫ് ഉപദേശം തന്നെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതെങ്ങനെയാ അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? അവർക്ക് അതിനെ എഫക്റ്റീവ്നെസ് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാ പറ്റുക? അപ്പോൾ നമ്മൾ ഉപദേശം എന്നുള്ള രീതിയിലല്ല കൊടുക്കുന്നത്. നമ്മൾ വളരെ സ്നേഹത്തോടെ അമ്മ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ കുട്ടികളുടെ ആ ഒരു സൈക്കോളജി നമുക്കറിയില്ല. അപ്പോൾ അവർക്ക് ഉപദേശമല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, മക്കളെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ദൈവങ്ങളാണ് നമുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ആ വേദന, 1000 അസ്ഥികൾ ഒരുമിച്ച് ഒഴിയുന്ന അത്രയും പെയിൻസ് ആയിട്ടാണ് അമ്മ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ കുഞ്ഞുങ്ങൾ ഇമോഷണലാവും. നമുക്ക് ഈ എന്താ പറയുക, പണി അറിയാവുന്ന ഇത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. പല പേരൻസും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛനോടും അമ്മയുടെ സ്നേഹമില്ല, എന്തെങ്കിലും പറഞ്ഞാൽ തട്ടിക്കേറുക, വായി തോന്നി വിളിച്ചു പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് അവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നു, പേരൻസിനോടാണെങ്കിലും ഗ്രാൻഡ് പേരൻസിനും എല്ലാവരോടുള്ള ബിഹേവിയറിൽ മാറ്റം വന്നു. അവരുടെ ടോട്ടൽ എന്താ പറയുക, ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറി കുഞ്ഞുങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുക.